വില്യം ഷേക്സ്പിയർ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മഹാനായ എഴുത്തുകാരൻ. ലോകത്തിലെ തന്നെ മികച്ച നാടകകൃത്തായിരുന്നു അദ്ദേഹം. 1599 മുതൽ 1601 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ നാടകം എഴുതപ്പെട്ടത്. വിശ്വസാഹിത്യകാരനായ ഷേക്സ്പിയറിൻ്റെ മികച്ച ദുരന്ത നാടകങ്ങളിൽ ഒന്നായിട്ടാണ് ഹാംലെറ്റ് അറിയപ്പെടുന്നത്. പിതാവിനെ കൊന്നവരെ കണ്ടെത്താനുള്ള ഹാംലെറ്റിൻ്റെ പരിശ്രമങ്ങളും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം. ഇതിൻ്റെ കഥ തുടങ്ങുന്നത് ഡെൻമാർക്കിലാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് രാജാവ് ഹാംലെറ്റ്, രാജകുമാരൻ ഹാംലെറ്റ്, പിന്നെ മകനും അച്ഛനും ഹാംലെറ്റ് ആട്ടോ. പിന്നെ രാജ്ഞി ഡെർട്രൂഡ്, രാജാവ് ഹാംലെറ്റിൻ്റെ സഹോദരനായ ഗ്ലോഡിയസ്, രാജകുമാരൻ ഹാംലെറ്റിൻ്റെ കാമുകി ഒഫീലിയ, അച്ഛൻ പൊളോണിയസ്, ഒഫീലിയയുടെ സഹോദരൻ ലായേഡ്സ്, ഹാംലെറ്റിൻ്റെ ഉറ്റ സുഹൃത്ത് ഹൊറേഷ്യ എന്നിവരൊക്കെയുണ്ട് ഈ നാടകത്തിൽ. നാടകം തുടങ്ങുന്നത് രാജാവ് ഹാംലെറ്റിൻ്റെ അകാലത്തോടുകൂടിയുള്ള വിഷബാധയേറ്റ മരണത്തോടെ. വിധവയായ ഡെർട്രൂഡ് രാജ്ഞി രാജാവ് ഹാംലെറ്റ് മരിച്ച് 2 മാസമാകുമ്പോഴേക്കും സഹോദരനായ ഗ്ലോഡിയസിനെ ഹാംലെറ്റ് രാജാവിൻ്റെ സഹോദരനായ ഗ്ലോഡിയസിനെ വിവാഹം കഴിക്കുകയും രാജകുമാരൻ ഹാംലെറ്റിന് അവകാശപ്പെട്ട രാജപദവി ക്ലോഡിയസ് കൈക്കലാക്കുകയും ചെയ്തു. രാജ്ഞിയുടെ വിവാഹം ഏറ്റവും അധികം വേദനിപ്പിച്ചത് രാജകുമാരൻ ഹാംലെറ്റിനെയായിരുന്നു. വിനോദങ്ങളിലും ആഘോഷങ്ങളും താല്പര്യമില്ലാതെ ലോകത്തോടു തന്നെ വിരക്തി എന്ന മട്ടിലായിരുന്നു രാജകുമാരൻ ഹാംലെറ്റിൻ്റെ ജീവിതം. മരിച്ചുപോയ അച്ഛൻ രാജാവിനോട് മകന് അതിരറ്റ സ്നേഹമുണ്ടായിരുന്നു. ഡെർട്രൂഡ് രാജ്ഞിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഗ്ലോഡിയസ് സ്വഭാവത്തിലോ സ്വരൂപത്തിലോ ഒരു വിധത്തിലും അയാളുടെ രാജാവ് ഹാംലെറ്റിന് ഒപ്പമെത്തില്ലായിരുന്നു. സ്വാർത്ഥനും അസൂയാലുമായ ഗ്ലോഡിയസ് രാജസിംഹാസനം നേടാൻ വേണ്ടി ജ്യേഷ്ഠനെ കൊന്നതാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചതാണെന്നായിരുന്നു ജനം സംശയിച്ചത്. അച്ഛൻ്റെ മരണത്തെക്കുറിച്ചുള്ള സംശയം ഹാംലെറ്റിൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു. രാജാവ് ഹാംലെറ്റ് പാമ്പ് കടിയേറ്റ് മരിച്ചതാണെന്നാണ് ഗ്ലോഡിയസ് എല്ലാവരെയും വിശ്വസിച്ചത്. എന്നാൽ അത് രാജകുമാരൻ ഹാംലെറ്റ് അത്ര വിശ്വസിച്ചില്ല. അതിനിടയിലാണ് രാജകുമാരൻ ഹാംലെറ്റിൻ്റെ ചെവി ഒരു വാർത്ത എത്തുന്നത്. അരമനയ്ക്ക് മുമ്പിലുള്ള വേദിയിൽ പാതിരാത്രി കഴിഞ്ഞ് 12 മണിയാകുമ്പോഴേക്കും ഒരു പ്രേതം ചുറ്റിത്തിരിയുന്നുണ്ട്. അച്ഛൻ രാജാവ് ഹാംലെറ്റിൻ്റെ അതേ രൂപത്തിലുള്ള ഒരാളായിരുന്നു. ആ പ്രേതം കണ്ടവരുടെ കൂട്ടത്തിൽ രാജകുമാരൻ്റെ ഉറ്റ സുഹൃത്ത് ഹൊറേഷ്യയും ഉണ്ടായിരുന്നു. കുമാരനെ ഇവർ വിവരം അറിയിക്കുന്നുണ്ട്. കോഴി കൂകുമ്പോഴേക്കും ആ പ്രേതത്തെ കാണാതാവുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ ഈ കഥയിൽ പറയുന്നുണ്ട്. ഈ നാടകത്തിൽ രാജകുമാരൻ പ്രേതത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാൻ തീരുമാനിച്ചു. കാര്യങ്ങൾ നേരിട്ടറിയാൻ രാജകുമാരൻ ഹാംലെറ്റ് പാറാവുകാരോടൊപ്പം നിന്നു. രാജകുമാരനോടൊപ്പം ഹൊറേഷ്യയും മാർസിലസ് എന്ന പാറാവുകാരനും ഉണ്ടായിരുന്നു. പാതിരാ കഴിഞ്ഞ നേരം അച്ഛൻ്റെ പ്രേതം ദയനീയമായി രാജകുമാരനെ കൈകാട്ടി വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. എൻ്റെ സിംഹാസനവും ഭാര്യയും ഒറ്റയടിക്ക് അവൻ്റേതായി. ഇത് തന്നെയായിരുന്നു അയാളുടെ ഉദ്ദേശവും. നിനക്ക് അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ അറുംകൊലയ്ക്ക് നീ പ്രതികാരം ചെയ്യണമെന്ന് അച്ഛൻ മകനോട് അപേക്ഷിക്കുന്നു. ഒരു കാര്യം അച്ഛൻ പ്രത്യേകം അവനെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ ചെറിയച്ഛനോട് നീ പകരം വീട്ടണം. പക്ഷെ നിന്റെ അമ്മയെ നീ ദ്രോഹിക്കരുത്. അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുക്കട്ടെ. പ്രേതം രാജകുമാരനെ കണ്ട കാര്യം, അവർ സംസാരിച്ച കാര്യം ഉറ്റ സുഹൃത്ത് ഹൊറേഷ്യയോട് പറഞ്ഞു. കൂട്ടുകാരോടൊക്കെ രാജകുമാരൻ ഹാംലെറ്റ് പറഞ്ഞതാരും പുറത്തു പറയരുത് എന്ന് പറയുക. തനിക്ക് ചെറിയച്ഛനെ ഒരു സംശയം തോന്നിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടി രാജകുമാരൻ ഭ്രാന്തനായി അഭിനയിച്ചു. അച്ഛൻ്റെ മരണശേഷം ഉണ്ടായ വിഷാദം ഭ്രാന്തായി പരിണമിച്ചു എന്ന് എല്ലാവരും കരുതി കാണും. ഈ ഭ്രാന്തൽ നിന്നും ആപത്തൊന്നും പേടിക്കണ്ട എന്ന് ചെറിയച്ഛൻ കരുതിക്കോളും എന്നൊക്കെ കരുതുന്നുണ്ട് കേട്ടോ രാജകുമാരൻ ഹാംലെറ്റ്. മറ്റെന്തോ വിഭ്രാന്തി കൂടിയുണ്ടെന്ന് ഗ്ലോഡിയസ് ശങ്കിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാജകുമാരൻ ഹാംലെറ്റിന് ഒരു പ്രേമമുണ്ട് കേട്ടോ. കാമുകിയുടെ പേരാണ് ഒഫീലിയ. പിന്നെ നാടകത്തിൽ പ്രേമത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പറയുന്നില്ല. അവർ പ്രേമത്തിലാണെന്ന് മാത്രമേ പറയുന്നു. ഒഫീലിയയോടും ഹാംലെറ്റ് നിർദ്ദയലായി പെരുമാറാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അവളതൊന്നും കാര്യമാക്കിയില്ല. അവളുടെ സൗഹൃദത്തിനും പ്രേമത്തിനും ഒരു കോട്ടവും വന്നില്ല. രാജകുമാരൻ ഒരു കത്തെഴുതി കേട്ടോ ഒഫീലിയക്ക്.
എന്തെല്ലാം സംഭവിച്ചാലും തൻ്റെ പ്രണയത്തെ സംശയിക്കരുതെന്നും പറഞ്ഞൊരു കത്തെഴുതും. അത് ഒഫീലിയ അവിടെ അച്ഛന് കാണിച്ചു കൊടുക്കും. അച്ഛൻ അത് രാജാവിനും രാജ്ഞിക്കും കാണിച്ചു കൊടുക്കും. രാജകുമാരൻ്റെ മാനസിക വിഭ്രാന്തിക്കു കാരണം പ്രണയം തന്നെയാണെന്ന് അവർ ഉറപ്പാക്കും. അത് തന്നെയായിരുന്നു ഹാംലെറ്റിന് വേണ്ടിയിരുന്നതും. രാജകുമാരൻ ഹാംലെറ്റിൻ്റെ പ്രതികാരാഗ്നി വർദ്ധിച്ചു. എപ്പോൾ എങ്ങനെയെന്നുള്ള ചിന്തകളൊക്കെ വന്നു. ഇനി അച്ഛൻ്റെ പ്രേതം പറഞ്ഞതൊക്കെ ശരിയാണോ? അത് അച്ഛൻ തന്നെയായിരുന്നു. അത് ഏതെങ്കിലും പൈശാചിക ശക്തി അച്ഛൻ്റെ രൂപം ധരിച്ചു വന്നതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ മുളപൊട്ടുന്നുണ്ട് കേട്ടോ രാജകുമാരൻ ഹാംലെറ്റിന്. ഇഷ്ടരൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ പിശാചുകൾക്ക് സാധിക്കുമല്ലോ. അരുതാത്ത എന്തെങ്കിലും തന്നെ കൊണ്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുകയാണെന്നൊക്കെ കാടുകയറി ചിന്തിക്കുന്നുണ്ട് ഹാംലെറ്റ്. ചെറിയച്ഛൻ ക്ലോഡിയസ് തന്നെയാണോ അച്ഛനെ കൊന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അത് ഉറപ്പ് വരുത്താൻ എങ്ങനെ ഉറപ്പ് വരുത്തും, എങ്ങനെ തുടങ്ങും എന്നറിയാതെ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കൊട്ടാരത്തിലേക്ക് ഒരു നാടക സംഘം എത്തിയത്. നാടകക്കാരെ അവർ നാടകം അഭിനയിച്ചപ്പോഴാണ് രാജകുമാരന് ഒരു ആശയം ഉദിച്ചത്. അച്ഛൻ്റെ മരണം ഒരു നാടകമായി ഇവിടെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഇടയിൽ വെച്ച് അവതരിപ്പിച്ചാൽ അവരുടെ മുഖത്തുള്ള ഭാവമാറ്റം ശ്രദ്ധിച്ച് അവർക്കിതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താം എന്നൊക്കെ കരുതുന്നുണ്ട് രാജകുമാരൻ ഹാംലെറ്റ്. പിന്നെ നാടകക്കാരോട് വിയന്നയിലെ ഒരു പ്രഭുവിൻ്റെ കഥയാണ് വേദിയിൽ അവതരിപ്പിച്ചത്. ഡ്യൂക്കിൻ്റെ ഒരു ബന്ധു അധികാരം കൈക്കലാക്കാൻ വേണ്ടി ഉദ്യാനത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തെ വിഷം കൊടുത്തു കൊല്ലുന്നു. താമസിയാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. നാടകം കാണാൻ ക്ലോഡിയസ് രാജാവും രാജ്ഞിയും വന്നിരുന്നു. നാടകം തുടങ്ങുന്നത് വിയന്നയിലെ പ്രഭുവും പത്നിയും കൂടിയുള്ള സംഭാഷണത്തോടു കൂടിയാണ്. ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ ഭാര്യയായിരിക്കും. പരപുരുഷനെ കുറിച്ച് ചിന്തിക്കുകയേയില്ല. അഥവാ വിധി കാരണവശാൽ വൈധവ്യം സംഭവിച്ചാലും പുനർവിവാഹം ഉണ്ടാവില്ല. വിയന്നയിലെ രാജ്ഞിയുടെ പ്രണയപരവശയായ വാക്കുകൾ. സ്വതവേ സ്ത്രീകൾ അങ്ങനെയാണ്. എന്നാൽ ചില ദുഷ്ടകളുണ്ട്. അവർ ആളെ സ്വീകരിക്കാൻ വേണ്ടി ആദ്യ ഭർത്താവിനെ കൊലപ്പെടുത്തുന്നു. വേദിയിലെ കഥാപാത്രങ്ങളാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിലും ചെറിയച്ഛൻ്റെ മുഖം വിളറിയുന്നത് ഹാംലെറ്റ് ശ്രദ്ധിച്ചു. പിന്നെ എനിക്ക് എന്തോ ഒരു അസുഖമെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് റൂമിലോട്ട് പോയി. ഹാംലെറ്റിന് ഉറപ്പായി അച്ഛൻ്റെ കൊലയിൽ ചെറിയച്ഛന് പങ്കുണ്ടെന്ന്. ഇനി അടുത്ത നീക്കം. രാജകുമാരനെ അമ്മ മഹാറാണി വിളിപ്പിക്കുകയും അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കാൻ പൊളോണിയസ് എന്ന ഉദ്യോഗസ്ഥനെ ഹാംലെറ്റിൻ്റെ കാമുകിയായ ഒഫീലിയയുടെ അച്ഛനെ പറഞ്ഞയച്ചു. ഗൂഢാലോചനകളിലും ഗൂഢതന്ത്രത്തിലും പൊളോണിയസിന് നല്ല സാമർഥ്യമുണ്ടായിരുന്നു. അമ്മയ്ക്ക് മകനോട് പ്രധാനമായും പറയാൻ ഉണ്ടായിരുന്നത് ഹാംലെറ്റിൻ്റെ പ്രവൃത്തികളും പെരുമാറ്റവും മഹാരാജാവിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു എന്നായിരുന്നു. ചെറിയച്ഛനാണെങ്കിലും ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനമാണ്. ആ കരുതലും ആദരവും എപ്പോഴും ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മഹാറാണി. എൻ്റെ അച്ഛൻ്റെ നേരെ നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്നും ഒക്കെ അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. മകൻ്റെ ധിക്കാരം അമ്മക്കൊട്ടും രസിച്ചില്ല. ഹാംലെറ്റ് അമ്മയെ ബലമായി പിടിച്ചിരുത്തിയും കൊണ്ട് അമ്മ ചെയ്ത ദുഷ്കൃത്യങ്ങൾ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനായിരുന്നു ഹാംലെറ്റിൻ്റെ ഉദ്ദേശം. സ്ഥിരബുദ്ധിയില്ലാതെ മകൻ ഓരോന്ന് ചെയ്യുകയാണെന്നാണ് അമ്മ വിചാരിച്ചത്. പിന്നെ ഓടി വരണേ, രക്ഷിക്കണേ, സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ട് കേട്ടോ അമ്മ. രാജ്ഞി കർട്ടന് പിന്നിൽ ഒളിച്ചിരുന്ന പൊളോണിയസ് ഭയന്ന് ഒച്ച വെക്കുകയും അത് മഹാരാജാവാണെന്ന് കരുതി രാജകുമാരൻ ഹാംലെറ്റ് വാളുകൊണ്ട് നെഞ്ചിലേക്ക് കുത്തി കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മരിച്ചതിന് ശേഷമാണ് വാൾ ഊരിയത്. അപ്പോഴാണ് ഇത് ചെറിയച്ഛൻ ക്ലോഡിയസ് അല്ല, ഉദ്യോഗസ്ഥൻ പൊളോണിയസ് ആണെന്ന് മനസ്സിലായത്. തൻ്റെ കാമുകി ഒഫീലിയയുടെ അച്ഛൻ. അയ്യോ, എത്ര വലിയ ക്രൂരതയാണ് നീ കാട്ടിയതെന്ന് അമ്മ പറയുമ്പോൾ അമ്മ ചെയ്ത അത്രത്തോളം വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രാജകുമാരൻ ഹാംലെറ്റ്. നിങ്ങൾ രാജാവിനെ കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സഹോദരനെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു താനറിയാതെ മനസ്സ് തുറക്കുന്നുണ്ട് കേട്ടോ രാജകുമാരൻ ഹാംലെറ്റ്. സ്വന്തം ഭർത്താവിനെ വധിച്ച ഘാതകൻ്റെ
ഭാര്യയായി ഈ കൊട്ടാരത്തിൽ കഴിയാൻ എന്നൊക്കെ ഹാംലെറ്റ് രാജകുമാരൻ പറയുമ്പോൾ മറുപടി പറയാൻ വാക്കുകളില്ലാതെ അമ്മ പകച്ചു നിൽക്കുക കേട്ടോ. മുറിക്കകത്ത് കാലം ചെന്ന രാജാവിൻ്റെ പ്രേതം വരികയാണ്. പ്രതികാരത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. നീ എനിക്ക് തന്ന വാക്ക് പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് അങ്ങോട്ട് മാഞ്ഞു പോയി. രാജകുമാരൻ ഹാംലെറ്റ് മാത്രമേ പ്രേതത്തെ കണ്ടുള്ളൂ, മറ്റാരും കണ്ടില്ല. അമ്മയുടെ കണ്ണിൽ അത് പെട്ടതുമില്ല. അമ്മയുടെ വിചാരം മകൻ എന്തോ പുലമ്പുകയാണ്, ഭ്രാന്ത് മൂത്ത് എന്നൊക്കെയാണ് അമ്മ കരുതുന്നത്. അറിയാതെയാണെങ്കിലും ഒഫീലിയയുടെ അച്ഛൻ പൊളോണിയസിനെയാണ് താൻ കൊന്നതെന്ന് ഓർത്ത് രാജകുമാരന് വളരെ സങ്കടമായിട്ടോ. പൊളോണിയസിനെ കൊന്നതിൻ്റെ കാരണം കൊണ്ട് ക്ലോഡിയസ് അവനെ ഇംഗ്ലണ്ടിലേക്ക് നാട് കടത്തുമ്പോൾ 2 ഭൃത്യന്മാരെ ഒരുമിച്ച് പറഞ്ഞയച്ചിരുന്നു. അവരുടെ കൂടെ കത്തും അയച്ചിരുന്നു ഇംഗ്ലണ്ടിലെ രാജാവിന്. അവിടെ ഹാംലെറ്റ് എത്തിയാൽ ഉടൻ തന്നെ വധിക്കണമെന്ന് പറഞ്ഞുള്ള കത്തായിരുന്നു. അത് രാജകുമാരൻ ഹാംലെറ്റ് മനസ്സിലാക്കിയിട്ടോ. അദ്ദേഹം എന്നിട്ട് കത്തിലെ ഉള്ളടക്കം തിരുത്തി. ഹാംലെറ്റിൻ്റെ കൂടെ വന്ന 2 ഭൃത്യന്മാരെ അവിടെ എത്തിയ ഉടനെ കൊല്ലണം എന്നാക്കി അവിടെ പേരൊക്കെ എഴുതി ചേർത്തു. എന്നാൽ ഹാംലെറ്റിൻ്റെ കപ്പൽ കൊള്ളക്കാർ കൈക്കലാക്കി കീഴടക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഹാംലെറ്റ് ക്ലോഡിയസ് രാജാവിന് കത്തെഴുതി നാട്ടിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ രാജകുമാരൻ ഹാംലെറ്റ് നാട്ടിലെത്തുമ്പോഴാണ് ഒരു ദുഃഖസംഭവം ഉണ്ടായി. ഹാംലെറ്റിൻ്റെ കാമുകി ഒഫീലിയ ആത്മഹത്യ ചെയ്തിട്ടോ. അരുവിയിൽ ചാടിക്കാണ്ട് അച്ഛൻ്റെ മരണശേഷം മാനസിക വിഭ്രാന്തിയൊക്കെ ആയി അവർ ആത്മഹത്യ ചെയ്തു. ആ മരണത്തിലാണ് രാജകുമാരൻ ഹാംലെറ്റ് എത്തിച്ചേർന്നത്. ഇത് കണ്ട് ഒഫീലിയയുടെ സഹോദരനായ ഹാംലെറ്റിനെ കാണുകയും പ്രതികാരത്തിനൊരുങ്ങുകയും ചെയ്യുന്നു. എല്ലാവരും പിടിച്ചു മാറ്റി അവർ അങ്ങനെ നിന്നു. പിന്നെ ഡെർട്ടസ് ഹാംലെറ്റുമായിട്ടുള്ള പ്രതികാരത്തിലൊരുങ്ങുന്നു. അതിനുള്ള അവസരം ക്ലോഡിയസ് രാജാവ് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. വിഷമുള്ള ഒരു വാൾ കൊടുത്ത് ഹാംലെറ്റും ഡെർട്ടസും തമ്മിലുള്ള ഒരു വാൾപ്പയറ്റുണ്ടായി. പിന്നെ ആദ്യമൊക്കെ ഡെർട്ടസ് ഒതുങ്ങിക്കൊടുക്കുകയും പിന്നെ ക്ലോഡിയസ് ഹാംലെറ്റിനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കളി മാറി പിന്നെ വാൾ കൊണ്ട് ഡെർട്ടസ് ഒഫീലിയയുടെ സഹോദരന് ഹാംലെറ്റിനെ വെട്ടുകയും തിരിച്ച് ഹാംലെറ്റ് ലെർട്ടസിൻ്റെ വാള് വാങ്ങിക്കാണ്ട് ലെർട്ടസിനെ കുത്തുകയും ചെയ്യുന്നു. അപ്പോൾ വിഷബാധയേറ്റ വാളാണെന്ന് അറിയാതെയാണ് ഹാംലെറ്റ് അയാളെ കുത്തുന്നത്. അപ്പോൾ മരണം സംഭവിക്കുമെന്ന് ഉറപ്പായപ്പോൾ അയാൾ പറഞ്ഞു, ഇത് വിഷബാധയുള്ള വാളാണ്, ഇത് ക്ലോഡിയസാണ് തന്നത്, അവർ ചതിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയും. തനിക്കിനി ആയുസ്സില്ല. അയാൾ സത്യം ഹാംലെറ്റിനോട് പറഞ്ഞു. വിഷം പുരട്ടിയ വാളാണ് തൻ്റെ കയ്യിലെന്നും ഹാംലെറ്റിനോട് മാപ്പപേക്ഷിച്ചിട്ടോ. അദ്ദേഹം എല്ലാ ഗൂഢനീക്കങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചത് അത്യാഗ്രഹിയായ രാജാവിൻ്റെ കൈകളാണെന്ന് അറിയിച്ചിട്ടോ. അവിടെ ക്ലോഡിയസ് എടുത്തു വെച്ച 2 വൈൻ ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നിൽ വിഷം ചേർത്തിരുന്നു. ലെർട്ടസിൻ്റെ കൈക്കൊണ്ട് ഹാംലെറ്റ് മരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ദാഹം തീർക്കാൻ വേണ്ടി വിഷം ചേർത്ത വൈനടെ വെച്ചിരുന്നു. അത് രാജ്ഞി അറിയാതെ കുടിച്ചു. അവർ തൽക്ഷണം മരിച്ചു. അച്ഛൻ്റെ ഘാതകനോടുള്ള പക വീട്ടണം. ഹാംലെറ്റ് സമയം പാഴാക്കാതെ ചെറിയച്ഛൻ്റെ മേൽ ചാടി വീണു വിഷം പുരട്ടിയ വാളുകൊണ്ട് നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയും അയാൾ മരിക്കുകയും ചെയ്തു. ആ ദുരന്തങ്ങൾക്കെല്ലാം സാക്ഷിയായ ഉറ്റ സുഹൃത്ത് ഒറേഷ്യ ഹാംലെറ്റിനൊപ്പം ജീവൻ ത്യജിക്കാൻ തയ്യാറായി. പക്ഷേ ഹാംലെറ്റ് അത് വിലക്കി. നീ ജീവിക്കണം. ഈ ദുരന്ത കഥ സത്യസന്ധമായി ലോകത്തെ നീ ധരിപ്പിക്കണം. ആ ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് ഹാംലെറ്റ് രാജകുമാരൻ ഹൊറേഷ്യയോട് പറയുന്നതോടുകൂടി നാടകം അവസാനിക്കാട്ടോ. അങ്ങനെ ശോഭനമാകേണ്ട ഹാംലെറ്റിൻ്റെ ജീവിതം അങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞു. ഇതിൽ കൂടുതൽ കഥാപാത്രങ്ങളും കൊല്ലപ്പെടുന്നു. രാജാവ് ഹാംലെറ്റ്, രാജകുമാരൻ ഹാംലെറ്റ്, രാജ്ഞി, രാജാവ് ഹാംലെറ്റിൻ്റെ സഹോദരൻ ക്ലോഡിയസ്, പിന്നെ പൊളോണിയസ്, പിന്നെ ഒഫീലിയയുടെ സഹോദരന്, ഇവരൊക്കെ കൊല്ലപ്പെടട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു ദുരന്ത നാടകമായി അവസാനിക്കുന്നു.